ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നല്ലൊരു അടിപൊളി ടിഫിൻ ഒരുക്കാം കേട്ടോ. കായ്കറി ഒന്നും ഇടാത്ത ഒരു സാമ്പാർ. അതിന് ഞാനൊരു കുക്കറിൽ കുറച്ച് തോരപ്പരിപ്പ് എടുത്തു, തൂർദാലെടുത്തേ, ഇത്തിരി ഏറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ കായ്കറി ഒന്നും യൂസ് ചെയ്യുന്നില്ലേ, അടിപൊളി സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ഞാനൊരു വലിയൊരു ഓണിയൻ എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗാർലിക്കും 2 ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കുക്കറിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കുന്നു. ഇതിപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കണേ. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിനാവശ്യമുള്ള ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുവാണ്. ആ പുളി ഒന്ന് നല്ലോണം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഇതിനുള്ള മസാലയെല്ലാം ഞാൻ ഇതിനകത്തിലോട്ട് തന്നെയാണ്, പൊടികളെല്ലാം ഇതിനകത്തിലോട്ട് തന്നെയാണ് ഇടുന്നത്. ഈ നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ച് ആ വെള്ളത്തിലോട്ട് തന്നെയാണ് ഇടുന്നത്. ആദ്യം ഞാൻ കുറച്ചൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 ടീസ്പൂണ് സാമ്പാർ പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇതിൽ 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ. ഇതെല്ലാം കൂടി നമ്മൾ ഈ പുളിവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെ എല്ലാവരും ഒന്ന് സാമ്പാർ വെച്ച് നോക്കണം കേട്ടോ. എന്നാ ടേസ്റ്റാണെന്നറിയാം, എല്ലാവരും ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇത് നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഞാൻ കുക്കറിൻ്റെ മൂടി ഓപ്പൺ ചെയ്യുകയാണേ. ഇതുകൊണ്ട് നല്ലതായിട്ട് ഇതുപോലെ വെന്ത് കിട്ടണം, നമുക്ക് നല്ലതായിട്ട് ഉടഞ്ഞ് കിട്ടണം. ഇപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. നമ്മളിതിന് കടുക് വറുക്കാനാണ്. എന്നിട്ട് ഒരു 2 ചുമന്നുള്ളി അരിഞ്ഞതും 2 ചുമന്ന മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് തന്നെയാണ് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. പിന്നെ ആ എണ്ണയിൽ ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കായം ഇച്ചിരി ഇഷ്ടമാണ് എല്ലാവർക്കും, അതുകൊണ്ടാണ് ഞാൻ കായപ്പൊടി ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സാമ്പാറിന് കായപ്പൊടിയുടെ മണം നല്ലതാണ്. പിന്നെ നമ്മൾ ആ പൊടികളെല്ലാം കലക്കി വെച്ചിരുന്നില്ലേ പുളിവെള്ളത്തിൽ, അത് ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് അതൊന്നും ഉടച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ പുളിവെള്ളത്തിലോട്ട് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ആ പരിപ്പിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇനിയിപ്പം കുറച്ചായിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ആ കുക്കറിനകത്തിൽ പരിപ്പുള്ളത് അത് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതിനകത്തോട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം എന്തായാലും നമ്മുടെ സാമ്പാർ നല്ല തിളച്ചിട്ടേ എടുക്കാവുള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് കൊത്തമല്ലി ഇട്ട് കൊടുത്തു. ഇപ്പം നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചെറിയതായിട്ട് കുറച്ച് ഗീ ഇട്ട് കൊടുത്തു. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, കുറച്ച് ഗീ ഇട്ട് ചെയ്ത് നോക്ക്, നല്ലതായിരിക്കും കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി അടുത്തത് ഞാൻ ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് ജീരകം, ഇത് ചട്നിക്ക് വേണ്ടിയാണേ, കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 4-5 ചുമന്ന മുളക്. ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി എടുത്തേക്കുന്നത്. നിങ്ങൾ എരിയുള്ള മുളക് എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഒരു 3-4 ടീസ്പൂൺ തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്തു. പിന്നെ 2 വലിയ സവാളയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 2 വലിയ സവാളയ്ക്ക് ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒത്തിരി വഴലണ്ട, ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലോട്ട് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് ഏറെ കൊത്തമല്ലി ഇട്ടോളൂ, നല്ലൊരു ഫ്ലേവർ കൊടുക്കും ചട്നിക്ക്. മുളക് എടുക്കുമ്പോൾ എല്ലാവരും ആവശ്യത്തിന് നോക്കിയെടുക്കുക. ഇപ്പോൾ ഇത്രയും വഴന്നാൽ മതി. ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് ആറാൻ വെച്ചേ. ആറിക്കഴിയുമ്പോൾ നമ്മളത് മിക്സിയിൽ അരച്ചെടുക്കുക. ആദ്യം മുളകും അതെല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കുക. അതിന് ശേഷമേ ഉള്ളി എല്ലാം കൂടി ഇട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി അരയത്തില്ല, തേങ്ങായും എല്ലാം കൂടി. പിന്നെ ഈ മിക്സിയുടെ ജാറിൽ സോൾട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ നമ്മൾ ആ അരച്ചതിലോട്ട് നമുക്ക് കടുക് വറുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കടുകും ഉഴുന്നും ഇട്ട് കൊടുത്തു. പിന്നെ 2 ചുവന്ന മുളകും ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതിലെ മെയിൻ കാര്യമാണ് കായപ്പൊടി, അതാരും മറക്കരുത്. ഇത് താളിക്കുമ്പോൾ അതിൽ കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ചട്നിയിലോട്ട് അത് പിന്നെ നമ്മുടെ വറുത്തതെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. താളിപ്പെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. നമ്മുടെ ചട്നി റെഡിയായി. ഇനി ഞാൻ അതേ ചീനച്ചട്ടി തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കാൻ പോകുന്നത്. അതിന് ഞാൻ കുറച്ച് കടുകും ഉഴുന്നും ചുമന്ന മുളകും ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഫെനൽ സീഡ്സ്, അതായത് പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തത്.
ആ മസാലയ്ക്ക് നല്ല ഫ്ലേവർ കൊടുക്കും. ഒരു 3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 വലിയ ഓണിയൻ സ്ലൈസായിട്ട് അരിഞ്ഞാണ് അതും ഇട്ട് കൊടുക്കുവാണ്. ഇത് ഞാൻ സ്ലൈസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് മസാലയ്ക്ക്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ഈ ഉള്ളി ഒന്ന് വഴലാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതുപോലെ പൊട്ടറ്റോ ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരി പേസ്റ്റായിട്ട് ഉടയ്ക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഒത്തിരി പേസ്റ്റായിട്ട് ഉടയ്ക്കണ്ട, ചെറുതായിട്ട്. ഇവിടെ കൊച്ചുമോനോ നല്ല പേസ്റ്റായിട്ട് ഉടച്ച് വെച്ചതാണ്. ഇപ്പോൾ ഈ ഉള്ളിയിലോട്ട് ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ആ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ഒരു 1 ടീസ്പൂണ് ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ പെരുംജീരക പൗഡറാണ് ഇട്ട് കൊടുത്തത്. ഫെനൽ സീഡ്സിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തത്. ഇത് അടിപൊളി ഒരു മസാലയാണ് കേട്ടോ. ഇതിൽ കുറച്ച് കറി ലീവ്സ് കൂടി ഇട്ട് കൊടുത്തേ. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നല്ലോണം മസാലയുടെ ആ പച്ചമണമൊക്കെ മാറി ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടും. അതിനെല്ലാം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ മസാല പൊട്ടറ്റോ ഇടുമ്പോഴും നല്ലതായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. ഇനി പൊട്ടറ്റോ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പം എന്താ പൊട്ടറ്റോ ഇട്ട് മിക്സ് ചെയ്തതിലോട്ട് കുറച്ച് കൊത്തമല്ലി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇപ്പം തന്നെ നല്ല മണമായിരിക്കേ. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മാവ് അരച്ച് വെച്ചതിലോട്ട് കുറച്ച് ഉപ്പിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇപ്പം എന്താ ഇതുപോലെ ഇരിക്കണം മാവ്. ഇനി ഞാൻ ഇഡ്ഡലി പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേ. കാരണം അത് ഒട്ടാതിരിക്കാൻ വേണ്ടി ഇഡ്ഡലി മാവ്. എന്നിട്ട് ആദ്യം ഒരു കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ സ്റ്റഫിങ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മാവേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ എല്ലാ തട്ടിലും. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ സ്റ്റഫിങ് ഇട്ട് കൊടുക്കുക. ഒത്തിരി സ്റ്റഫിങ് വേണ്ടവർ ഏറെ ഇട്ടോളൂ കേട്ടോ. ഇവിടെ അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. അത് കവർ ചെയ്യുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്താൽ. ഇന്ന് ഞാനിവിടെ പ്യുവർ വെജാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ കൊച്ചുമോനൊക്കെ ചിക്കൻ വെച്ച് കൊടുക്കുന്നതാണ് ഇഷ്ടം. ഞാനിന്ന് പൊട്ടറ്റോ ആണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പം അടിപൊളിയാണ്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണേ. പിന്നെ ഞാൻ മസാല ദോശയ്ക്കായിട്ട് ഞാൻ ദോശ കല്ലിപ്പരത്തി കൊടുത്തു. അതൊന്ന് നല്ലതായിട്ട് ആ പച്ചമണം ഒന്ന് പോയി ഒന്ന് വെന്ത് വരുമ്പം ആ മസാല നടുക്കോട്ടൊന്ന് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേ. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ദോശയും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മസാല ദോശ, കായ്കറി ഇല്ലാത്ത സാമ്പാർ, ചട്നി, സ്റ്റഫ്ഡ് ഇഡ്ഡലി എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.